മാസ്റ്ററോട് കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മാസ്റ്റർക്ക് ഭയങ്കര റിലേറ്റ് ആയി. കാരണം മാസ്റ്റർ ഇതിലെ കഥാപാത്രമായ ചന്തുവിനെ പോലെ തന്നെ ഒരു ചൈൽഡ്ഹുഡിൽ ഉണ്ടായ ഒരു ട്രോമ ക്യാരി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പുഷ്പ 2-ന്റെ ഷൂട്ടിന്റെ ഡേറ്റ് വരെ നീക്കി വെച്ചിട്ടാണ് നമുക്ക് വന്നത്. അത് ശരി. ഞാൻ +2 ഒരുത്തിന്റെ മൂക്ക് ഇടിച്ചിട്ടുണ്ട്. എന്തിനായിരുന്നു? ആദ്യം പറയില്ല എന്തിനാന്ന് ഞാൻ പറഞ്ഞത്. ശരി, ആ പറ. അവൻ ചേച്ചിന്ന് വിളിച്ചിരുന്നു. അതൊക്കെ അവിടെ കേട്ടോ. ചേച്ചിയുടെ വരുന്ന എനിക്ക് വലിയ പ്രായമില്ല. വെറുതെ നമ്മൾ ഫ്രണ്ട്സിന്റെ ഇടയിൽ തന്നെ എന്തെങ്കിലും ഒരു ടോപ്പിക് ടീഡിയായി തുടങ്ങുമ്പോൾ തന്നെ നമുക്കൊരു ശ്വാസം മുട്ടില്ല. എന്തിനാ വെറുതെ ഇങ്ങനെയൊക്കെ പോണേന്നൊക്കെ പറഞ്ഞു എല്ലാ ക്ലാസ്സിലും ഒരു ഇടിയനെങ്കിലും ഉണ്ടാവും, ഉറപ്പാണ് ആ കാര്യം. അപ്പൊ അങ്ങനത്തെ ഇടിയന്മാരായിട്ടുള്ള സുഹൃത്തുക്കൾ ഒരുപാട് പേരുണ്ട്. ഈ വിയറ്റ്നാമിൽ ഈ പടം റിലീസ് ചെയ്യാൻ വേണ്ടി ജോണേട്ടനെ അങ്ങോട്ട് കൊണ്ടുപോയി. അവിടെ ഇതൊന്നും വേണ്ട, ഈ ഡയലോഗ്സ് പരിപാടികൾ ഇതൊന്നും വേണ്ട, തുടക്കം മുതൽ കാച്ചമ്പൂച്ചി ഇടി മാത്രം മതി എന്ന് പറഞ്ഞു. അങ്ങനെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഇനി നിങ്ങളെ മൂന്നര കോമൺ ആയിട്ട് സംഭവം എന്താ പറയട്ടെ? അങ്ങനെയാണെങ്കിൽ നമ്മള് 4 പേര് ഞാൻ ഇപ്പൊ കട്ടപ്പനയിലെ ഋത്തിക് റോഷന്റെ ഒരു സീക്വൽ എടുക്കുക, 2ാം ഭാഗം എടുക്കുകയാണെങ്കിൽ അതിന്റെ മുകളിൽ നിൽക്കണ എന്തെങ്കിലും വേണം. പുള്ളിയുടെ ഒരു കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഒരു 10 ബസ് നിന്ന് കത്തണം എന്നാണ് പുള്ളി ആഗ്രഹിക്കുന്നത്. അപ്പൊ പ്രൊഡക്ഷൻ നമ്മളും കൂടിയാണല്ലോ, പ്രൊഡ്യൂസറും കൂടിയാണ്. ഏത് ഹാരം ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി. നിലാകായ്கிறது நிறம் தேகிறது யாரும் ரசிக்கவில்லையே இந்த கண்கள் மட்டும் உன்னை தீண்டும். ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഹാർവിയോറ, the exclusive collection of adenium plants. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. പറയാൻ ഏറെയുള്ളപ്പോൾ കേൾക്കാൻ അതിലേറെയുമ്പം മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് അങ്ങനെ പറയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ വിശേഷങ്ങൾ പറയാനായിട്ട് നമ്മുടെ കൂടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഏറ്റവും പുതിയ അപ്കമിങ് മൂവി ആയിട്ടുള്ള ഇടിയൻ ചന്തുവിലെ ആർട്ടിസ്റ്റുകളാണ്. ലെറ്റ്സ് വെൽക്കം ജയശ്രീ, വിഷ്ണു ചേട്ടാ ആൻഡ് വിധി ചേച്ചി. ഹായ്, എന്തൊക്കെയുണ്ട്? സുഖമല്ലേ? സുഖം, അടിപൊളി. അപ്പം നമ്മുടെ ഏറ്റവും പുതിയ വിശേഷം ഇടിയൻ ചന്തുവിലേക്ക് നമുക്ക് കിടക്കാം അല്ലേ? ഇടിയൻ ചന്തുവിൻ്റെ എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടപ്പം തന്നെ ശ്രദ്ധിച്ച സംഭവം ഇതാണ്, ഒരു ബേസ്ഡ് ഓൺ എ ട്രൂ ഇവന്റ് ആണ്. സത്യത്തിൽ ഇത് ആരുടെ സംഭവമാണ്? ശരിക്കും ആരുടെ ലൈഫാണ്? ട്രൂ ഇവന്റ്സ് ആണ്. ഓക്കെ. നമ്മുടെ ഡയറക്ടർ റൈറ്റർ ശ്രീജിത്ത് വിജയനാണ്. അദ്ദേഹം ശ്രീതേട്ടന്റെ സ്കൂൾ ലൈഫിലുണ്ടായ ഒരു ഇൻസിഡന്റിനെ കുറിച്ച് പറഞ്ഞാണ് ഇതിന്റെ ഒരു തുടക്കം. പിന്നീട് പല പല ഡിസ്കഷനിലൂടെ ഡെവലപ്പ് ചെയ്ത സ്ക്രിപ്റ്റാണിത്. ഫൈനൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആക്ഷൻ ഡയറക്ടർ പീറ്റർ ഹീനാണ്. മാസ്റ്ററോട് കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മാസ്റ്റർക്ക് ഇത് ഭയങ്കര റിലേറ്റ് ആയി. കാരണം മാസ്റ്റർ ഇതിലെ കഥാപാത്രമായ ചന്തുവിനെ പോലെ തന്നെ ഒരു ചൈൽഡ്ഹുഡിൽ ഉണ്ടായ ഒരു ട്രോമ ക്യാരി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പുള്ളി. അങ്ങനെയാണ് പുള്ളി ഫൈറ്റ് മാസ്റ്റർ ആയതെന്ന് പറഞ്ഞു. ആ ഒരു റീസൺ കൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്ക് അതുകൊണ്ട് തന്നെ ഈ സിനിമയോട് ഒരു പ്രത്യേക ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ട്. പുള്ളി അതിനുകൊണ്ട് തന്നെ പുഷ്പ 2-ന്റെ ഷൂട്ടിന്റെ ഡേറ്റ് വരെ നീക്കി വെച്ചിട്ടാണ് നമുക്ക് വന്നത്. അത് ശരി. അത് പുള്ളി ഒരു ഇന്റർവ്യൂലൊക്കെ പറയുകയും ചെയ്തു. ഓക്കെ, അപ്പൊ അത് അത്രയും റിലേറ്റബിൾ ആയിട്ട് ഫീൽ ചെയ്തുകൊണ്ട് ഇത് ചെയ്യാൻ വേണ്ടിട്ട് വന്നത്. പുള്ളി അത്രയും ഇൻവോൾവ് ആയിട്ടാണ് ഈ സിനിമ ചെയ്തിട്ടുള്ളത്. പുള്ളിയുടെ സ്വന്തം സിനിമയായിട്ട് തന്നെ പുള്ളി എടുത്ത് ചെയ്യാണ് ഉണ്ടായത്. എനിക്ക് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ നമ്മൾ കുറെ പേർക്കൊക്കെ റിലേറ്റബിൾ ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണെന്ന് തോന്നുന്നു അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, ഇനി നിങ്ങളുടെ റോൾസ്, ക്യാരക്ടേഴ്സ് പറയൂ. ചേച്ചി ലൈക്ക് 2 ഹീറോയിൻസ് ആണ്, ആണോ? അങ്ങനെയാണോ? ഞാൻ താന്നെന്റെ കൂടെ താന്നോളാം അല്ലേ? ഞങ്ങള് സിനിമയിലും കുറച്ച് ഇങ്ങനെയാണ്, ഒരു ഇഷ്ടപ്പെടാനില്ല അങ്ങോട്ടും മറ്റേ ഫൈറ്റ് ആണ്, സ്റ്റണ്ടാണ്. സിറ്റുവേഷൻ വൈസ് അങ്ങനെ ക്യാരക്ടേഴ്സ്. ചേച്ചിയുടെ വരുന്ന എനിക്ക് വലിയ പ്രായമില്ല, ഇപ്പൊ എനിക്ക് മനസ്സിലായി. ചർമ്മം കണ്ടാൽ അപ്പൊ നമുക്ക് തീരുമാനത്തിലെത്താം. ആര് ചേച്ചി ചേട്ടനല്ല, പേര് മാത്രം. ഓക്കെ, സെറ്റ്. അപ്പൊ ഇപ്പൊ ശരിയായി. പരിപാടിയുടെ പേര് ഓക്കെ, പറയൂ. എന്റെ ക്യാരക്ടറിന്റെ പേര് ദുർഗ എന്നാണ്. ഞാൻ വിഷ്ണു ചേട്ടന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടാണ്, ചെറുപ്പം തൊട്ടുള്ള ഫ്രണ്ടാണ്. നമുക്ക് എല്ലാവർക്കും ലൈഫിൽ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ അതുപോലെ ഒരു സുഹൃത്തുണ്ടാവും. എന്ത് വേണേലും തല്ലിപ്പൊളിത്തരം പോയി പറയാം,
എന്താ പറയുക പാർട്ട്ണർ ഇൻ ക്രൈം എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരു ഫ്രണ്ടാണ്. അതേപോലെ ലെന ചേച്ചി വിഷ്ണുചേട്ടൻ്റെ അമ്മയാണ്. അപ്പം ലെന ചേച്ചിക്ക് ഒരു മോളെ പോലെയാണ് ഞാൻ, അതായത് മോൾ തന്നെയാണ്. ചന്തു എന്തെങ്കിലും കുരുത്തക്കേടുണ്ടാക്കിയാൽ ദുർഗ പോയി വിളിച്ചിട്ട് വാ, അല്ലെങ്കിൽ നീ അതൊന്ന് സോർട്ട് ചെയ്യുക, അങ്ങനെ എൻ്റെ അടുത്താണ് എല്ലാ, അങ്ങനെ ഒരു ത്രൂ ഔട്ടുള്ളൊരു ക്യാരക്ടറാണ്. എനിക്ക് ഫൈറ്റിൽ ഞാൻ ആളല്ല, ഞാൻ സ്റ്റുഡന്റും അല്ല ഞാൻ, പക്ഷെ സ്റ്റുഡന്റ് അല്ല. അല്ല നേരത്തെ പറഞ്ഞ പോലെ ഇത്ര പ്രായമുള്ള ഒരാളെ സ്കൂളിൽ ഒരിക്കലും ഇപ്പൊ ഞാനല്ല പറഞ്ഞേട്ടോ, ഇപ്പൊ വിഷ്ണു ചേട്ടൻ എന്തായിരുന്നു. അപ്പോ എന്താ പറഞ്ഞ അപ്പം ഔട്ട്സൈഡ് ഇതിൽ ഇപ്പൊ പറഞ്ഞ നിങ്ങൾ ഇടിയൻ ചന്തു, ഇടി മാത്രല്ല ഇതില് ഇമോഷൻസ് ഉണ്ട്. ഔട്ട്സൈഡ് ഈ +2 അല്ലാണ്ട് ലൈഫ്, ചന്തുവിനൊരു ലൈഫ് ഉണ്ടല്ലോ ഔട്ട്സൈഡ് ദ സ്കൂളെല്ലാം. അപ്പൊ ആ ലൈഫിലുള്ള ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഞാൻ. ദുർഗ കഴിഞ്ഞിട്ട് ചന്തുവിന് വേറെ ഫ്രണ്ട്സ് ജയശ്രീ എന്റെ പേര് ടീന എന്നാണ്. ടീന കഴിഞ്ഞിട്ട് ചന്ദൂന് അല്ല ടീന നിക്കണോക്കെ പോണ് പറയണം. ഇപ്പൊ ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി. ഗേൾ ഫ്രണ്ട് ആണല്ലേ ജയശ്രീ? അങ്ങനെയും പറയാം. ടീന ഇപ്പം ചന്തു പഠിക്കാൻ വരുന്ന സ്കൂളിലെ അവിടുത്തെ ഒരു +2 സ്റ്റുഡൻ്റ് ആണ്. ജോണി ചേട്ടൻ്റെ മകളാണ്. കരാട്ടെ അറിയുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ ജോണി ചേട്ടൻ അച്ഛൻ, എൻ്റെ ബ്രദർ ഉണ്ട്. അപ്പോൾ ഞങ്ങളൊരു ഫാമിലി, അങ്ങനെ ഒരു ലെയറിന്. പിന്നെ സ്കൂളിലത്തെ കാര്യങ്ങൾ, ഒരു കുറച്ച് എല്ലാ കാര്യങ്ങളിലും റിയാക്ട് ചെയ്യുന്ന കുറച്ച് അങ്ങനെയൊക്കെ ലൗഡറായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ടീന. പോസസീവ് ആയിട്ടുള്ള ക്യാരക്ടറാണെന്ന് തോന്നുന്നു അല്ലേ? പോസസീവ്നെസ് അങ്ങനെ അതിലങ്ങനെ കുറെ വേണമെങ്കിൽ അതൊക്കെ സിറ്റുവേഷൻ അല്ലേ ചേച്ചി. ചേച്ചി നമ്മൾ ഒഴിവാക്കി അറിയാതെ വന്നതാട്ടോ. പേര് പറഞ്ഞില്ലേ ഇപ്പോഴും? ജസ്ന. ഓക്കെ, അപ്പോൾ പേര് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് പേര് പറഞ്ഞില്ല, അതുകൊണ്ടാണ് ചേച്ചി വിളിച്ചത്. പ്രോട്ടോകോൾ വന്നു പോയതാ, ക്ഷമിക്കും. ഇനിയിപ്പോ ജസ്ന ചേച്ചി വിളിച്ചോ. ഓക്കെ, അപ്പം എവിടെയായിരുന്നു? പോസസീവ് ആണോന്നാണ് ഞാൻ ചോദിച്ചത്. പോസസീവ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ കുറച്ചുണ്ട്. പൊസസീവ് ആണ്. പിന്നെ ഫാമിലി ആയിട്ട് കുറച്ചുകൂടി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അനിയനെയൊക്കെ ഭയങ്കര ടേക്ക് കെയർ ചെയ്യുന്ന എന്താ കാര്യങ്ങൾ. പിന്നെ ഈ മെയിനായിട്ട് ഇതാണ്, കാര്യങ്ങൾ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവൾക്ക് ഇത് റിയാക്ട് ചെയ്യും. അപ്പം അങ്ങനെ കുറച്ച് സീക്വൻസുകളുണ്ട്, റിയാക്ട് ചെയ്തിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ, അതുകൊണ്ട് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ. അങ്ങനെ കുറച്ച് ഇടിയിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. അതെ, അങ്ങനെ ചെറിയ രീതിയിൽ ഫൈറ്റിന്റെ ചെറിയ സീക്വൻസ് അങ്ങനെയൊക്കെ ഉള്ള ഒരു പരിപാടിയാണ് ടീന. ഇതുവരെ ചെയ്യാത്തൊരു കുറച്ച് പരിപാടികൾ ഉള്ളതാണ്. എനിക്ക് തോന്നുന്നു ജയശ്രീയുടെ ഫസ്റ്റ് ഡെബ്യൂ മൂവിയാണ്, ആസ് എ ഹീറോയിൻ ഒരു ഡെബ്യൂ മൂവിയാണ്. ഒരു ചെറിയ ഒരു ക്യാരക്ടർ, 4 ഹീറോയിൻസിൽ ഒരാളായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. നിത്യേര നായകൻ അന്വേഷണോടൊപ്പം തന്നെ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ത്രൂ ഔട്ട് ആയിട്ടുള്ള ഒരു മൂവിയാണ് ഇടിയൻ ചന്തു. ഓക്കെ, ഇപ്പൊ എനിക്ക് തോന്നുന്നു ജയശ്രീനൊക്കെ നമ്മൾ പെട്ടെന്ന് തിരിച്ചറിയുന്നത് നമ്മുടെ ആക്ഷൻ ഹീറോ ബിജുവിലെ ആ ഒരു റോൾ വെച്ചിട്ടായിരിക്കും അല്ലേ? അതൊരു +2 കാരി. അതൊരു +2. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, എന്തോ 2018 ചെറിയൊരു അപ്ഗ്രേഷൻ, മീൻ അതായത് ഒരു IAS കാരി ആയിട്ടുണ്ട്. IAS അപ്പൊ അങ്ങനെ അത് അല്ല, IAS കഴിഞ്ഞ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ഇരിക്കുമ്പോഴാണല്ലോ എന്റെ സർട്ടിഫിക്കറ്റ് പോകുന്നു. സ്പീക്ക്. ഇതിപ്പോ നമുക്ക് ഇങ്ങനെ ഒരു സ്കൂൾ റോള് കിട്ടിയതുകൊണ്ടാണോ, അല്ലെങ്കിൽ സ്കൂളിൽ ഉള്ള ഒരു ഹീറോയിൻ ആയിട്ട് വിളിച്ചതുകൊണ്ടാണോ പോയത്, അല്ലെങ്കിൽ കുറച്ചുകൂടെ മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു ഹീറോയിൻ ആണ് അങ്ങനത്തെ ഒരു റോളിന് അല്ലെങ്കിൽ ക്യാരക്ടറാണ് വിളിക്കണമെങ്കിൽ ജയശ്രീ പോവും? അല്ല, ഒരിക്കലും അങ്ങനെ ഒരു ലിമിറ്റ് ചെയ്ത് ചെയ്യപ്പെടണം നമ്മൾ വിചാരിക്കില്ലല്ലോ. ഇത് ക്യാരക്ടറിന്റെ ഒരു സ്പേസും കുറെ ഇമോഷൻസും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ്. ശ്രീതേട്ടൻ വന്ന് കഥ പറയുമ്പോൾ കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ നമ്മളിത് നെക്സ്റ്റ് സ്റ്റെപ്പിനെ കുറിച്ച് ആലോചിക്കുന്നത്. കാരണം കുറേ കാര്യങ്ങൾ, കുറേ സീക്വൻസുകളുണ്ട്, കുറേ ഇമോഷൻസ് ക്യാരി ചെയ്യുന്ന ക്യാരക്ടറാണ്. ഇപ്പോൾ ഫൈറ്റ് മൂവി അങ്ങനെയൊക്കെ ആണെങ്കിൽ വെറുതെ ഒരു ക്യാരക്ടർ അല്ല ടീന, അല്ലെങ്കിൽ വെറുതെ വന്നു പോകുന്ന ഒരു നായിക, അങ്ങനെ ഇതല്ല. നായിക എന്നൊക്കെ അപ്പുറത്ത് ക്യാരക്ടർ ഉണ്ട്, കുറേ പരിപാടികളുണ്ട് എന്നുള്ളതാണ് എന്നെ എക്സൈറ്റ് ചെയ്യിച്ച കാര്യം. ഓക്കെ, ഇനി നമ്മൾ ഇടിയൻ ചന്തു എന്ന് പറയുമ്പോൾ ഞാൻ ചന്തു ചേട്ടനെ പ്രതീക്ഷിച്ചിരുന്നു. ചന്തു ചേട്ടൻ ചന്തുവിനിപ്പോ വേറൊരു സിനിമയുടെ ഇടി സീൻ എടുക്കുമ്പോ ഫുൾ ഇടിയോടിടി അല്ല, അതിന്റെ ഇടയിൽ ചെറിയ ഒരു ചതവ് പറ്റിയിട്ട് റെസ്റ്റിലാണ്. ഓ ആണോ? ഓക്കെ, അതുകൊണ്ടാണ് വരാതിരുന്നത്. അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞു ഈ മൂവിയിൽ ആക്ഷൻസ് ചെയ്തത് പീറ്റർ ഹെയ്ൻ ആണെന്ന്. നിങ്ങൾ ലൈക്ക് ഫീമെയിൽ ക്യാരക്ടേഴ്സ് ആരെങ്കിലും ഇതുപോലെ ഇടിയിലുണ്ടോ? ഇല്ലല്ലോ. അത് ശരി. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഈ ഫൈറ്റിലേക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് എന്തെങ്കിലും ചാലഞ്ചസ് എന്തെങ്കിലും ഫേസ് ചെയ്യേണ്ട വന്നായിരുന്നോ? പീറ്ററിനെ പോലെ അത്രയും ഇതിലെ ക്യാരക്ടർ കരാട്ടക്കാരി എന്നാണ് ഇവളെ വിളിക്കുന്ന പോലും, ടീനെ. അപ്പോ ആ ക്യാരക്ടറാണ് ജയശ്രീ ചെയ്തിട്ടുള്ളത്. ജയശ്രീ അതിനു വേണ്ടി കരാട്ടെ കോച്ചിങ്ങിനൊക്കെ പോയി
പഠിച്ചു മീൻ ഇതിനു വേണ്ടി പഠിക്കുക മീൻസ് അതിന്റെ ഒരു ബേസിക് കാര്യങ്ങൾ 2 ആഴ്ച കൊണ്ടൊക്കെ പഠിച്ചു ഇതിനു വേണ്ടി അത് ഷൂട്ടിന് വേണ്ടി മാത്രമായിട്ടുള്ള രീതിയിൽ. അപ്പോൾ ആ ട്രെയിനിങ് എടുത്തു. പിന്നെ ഈ മാസ്റ്ററിന്റെ മീൻ എനിക്ക് ഭയങ്കര ഫീൽ ചെയ്ത കാര്യമാണ്. നമുക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു ഇത് എങ്ങനെ വർക്കൗട്ട് ചെയ്യാന്ന്. പിന്നെ നമ്മൾ കമ്മിറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ടാണ് മാസ്റ്ററിനെ ജോയിൻ ചെയ്തൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞ് ഷൂട്ടിന് അന്ന് തലേദിവസം കുറേ ടെൻഷൻസ് ഉണ്ടായിരുന്നു. ഇതെങ്ങനെ സെറ്റ് ആവും. ഒബ്വിയസ്ലി നമുക്ക് വരുമല്ലോ നമ്മൾ അതിൽ ചെയ്യണ തന്നെ. പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാലും. പക്ഷെ പുള്ളി പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. പുള്ളി നമ്മളെന്താണോ ചെയ്യേണ്ടത് കൃത്യമായിട്ട് പറഞ്ഞു തരും. അത് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓക്കെയാണ്, മീൻ ഓൾമോസ്റ്റ് ഓക്കെയാണ്. പിന്നെ നമ്മൾ ചെറിയ ഇംപ്രൂവൈസേഷൻ അല്ലെങ്കിൽ മാസ്റ്റർ തന്നെ പറയുന്നത് അങ്ങനെയും കൂടി ചെയ്താൽ ഒന്നുകൂടി ബെറ്റർ ആവും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അത് പുള്ളിയുടെ ഹെൽപ്പ് ഭയങ്കര ഒരു കാര്യമാണ്. ആണല്ലേ? ചെയ്ത് അതെ പുള്ളി എന്താണോ വേണ്ടതെന്ന് ചെയ്ത് കാണിച്ചു തരും. എക്സ്പ്രഷൻസ് ആണെങ്കിലും ശരി, മൂവ്മെന്റ്സ് ആണെങ്കിലും ശരി ഒക്കെ പറഞ്ഞു തരും. പുള്ളി ഡയറക്റ്റായിട്ട് തന്നെ പറഞ്ഞു തരും. അപ്പോൾ നമുക്കത് കുറച്ചും കൂടി ഗ്രാസ്പ് ചെയ്യാൻ എളുപ്പമായിരുന്നു. ഈ മൂവിയിൽ ടീസറിൽ വലിയൊരു പോർഷൻ ശ്രദ്ധിച്ചിരുന്നു. ഒരു ചെറിയ ഡ്രഗ്സിൻ്റെ എന്തോ ലൈക്ക് പൊടി താഴ്പ്പഴം ഡ്രഗ്സ് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ചെറിയ പാക്കറ്റ് പൊടിയായിരുന്നു. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഈ ഒരു സമൂഹത്തിന് വളരെയധികം വലിയൊരു മെസ്സേജ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതിൽ എത്രമാത്രം പ്രസക്തി ഉണ്ട് ആ ഒരു പാക്കറ്റ് ആ ഒരു ടീസറിൽ കാണിച്ചു? ആ ഒരു മൂവിയിൽ അതിന് എത്രമാത്രം പ്രസക്തി ഉണ്ട്? തീർച്ചയായിട്ടും ഉണ്ട്. അതുകൊണ്ടാണ് സിനിമയുടെ ഒരു ക്യാപ്സ്യൂൾ വരുവാണല്ലോ ടീസർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ അത് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാര്യമുള്ളതുകൊണ്ടാണ്. കൂടുതലൊന്നും പറയാൻ പറ്റില്ല, പറയാൻ പറ്റാകില്ല. പക്ഷെ അത് ആ സിനിമ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണതാണ് നല്ലത്. മീൻസ് ഡ്രഗ്സിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ട് ഇതിൽ. കാരണം സ്പോർട്സ് സ്കൂളാണ്. സ്പോർട്സ് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ഈ ഡ്രഗ്സിന് കുറച്ചും കൂടി സ്വാധീനമുള്ള ഒരു കാലഘട്ടമാണ്. അങ്ങനെ ഒരു കാര്യം ഉണ്ട് സൊസൈറ്റിയിൽ. ഇപ്പോൾ അങ്ങനെ നടക്കുന്നുണ്ട് എന്നപ്പോൾ ഓൾറെഡി വിഷ്ണു ചേട്ടൻ പറഞ്ഞല്ലോ. ചേച്ചിക്ക് എന്താണ് അതിൽ പറയാനുള്ളത്? ഇന്നത്തെ നമ്മൾ ലൈക്ക് റിയൽ ലൈഫിലേക്ക് വരുവാണെങ്കിൽ ഇന്നത്തെ എസ്പെഷ്യലി സ്കൂൾ കുട്ടികളൊക്കെയാണ് കുറച്ച് പെട്ടെന്ന് അവരിങ്ങനെ ഇതിലേക്ക് ഇൻഫ്ലുവൻസ്ഡ് ആവുക അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നുണ്ട്. സോ അതിൽ ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ ഒരുപാട് ബോധവൽക്കരണ പരിപാടികളൊക്കെ നടക്കുന്നുണ്ടല്ലോ. നമ്മൾ എന്താ പറയുക, ഞാൻ ആരുമല്ല ഇവിടെ വരുന്നിട്ട് നിങ്ങൾ ഇത് ചെയ്യണം, നിങ്ങൾ അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാവൂന്ന്. ഇറ്റ്സ് ഓൾ പേഴ്സണൽ ഒപ്പീനിയൻസ്, പേഴ്സണൽ ചോയ്സ്. നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് തോന്നണം ഞാനിത് ചെയ്യാൻ പാടില്ല, ഞാനിത് ചെയ്യണം. അതിന് ഒരുപാട് ഹെൽപ്പ് ഹെൽപ്പ് ചെയ്യാൻ എന്തോരം ആൾക്കാരാണ്. തെറപ്പിസ്റ്റ് ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ പല രീതികളും നമുക്ക് ഹെൽപ്പ് ഉണ്ട്. സോ ഹെൽപ്പുകൾ തേടുക. ഇനി ഇറ്റ്സ് ഓൾ യുവർ ചോയ്സ്. നിങ്ങളുടെ ലൈഫ് എങ്ങനെ ആക്കണമെന്ന് നിങ്ങളുടെ കയ്യിലാണ്. നന്നാക്കാം, ചീത്തയാക്കാം. ഇറ്റ്സ് ഓൾ അപ്പ്. ഡ്രഗ്സിൽ ഹെൽപ്പ് തേടാതിരുന്നാൽ മതി. അങ്ങനെ ഒരു വേറെ ആരും പോരാ ഒരു ഡ്രഗ്സ് അടി. ഓക്കെ, ഇനി പറയുകയാണെങ്കിൽ തന്നെ ആ ഒരു ടീസറിൽ കണ്ട് നമ്മൾ +2 ലൈഫിൽ വരുന്ന സംഭവമാണ്. നിങ്ങൾ അങ്ങനെ റിയൽ ലൈഫിൽ എന്തെങ്കിലും +2 സ്കൂളിലോ കോളേജിലൊക്കെ വെച്ച് ഇടി പരിപാടികൾ പറയൂ? ഞാൻ +2 ഒരുത്തിന്റെ മൂക്കിനിടിച്ചിട്ടുണ്ട്. എന്തിനായിരുന്നു? ആദ്യം പറയില്ല. എന്തിനാന്ന് ഞാൻ പറഞ്ഞത്. അവൻ ചേച്ചിന്ന് വിളിച്ചു. അതെനിക്കിട്ട് അതെ. അപ്പൊ വലിയ എനിക്ക് ഇടിയിൽ പങ്കുചേരാൻ ഇഷ്ടമാണ്. ഇടി ഇഷ്ടമാണ്. ഞാൻ കാണുന്നതൊക്കെ ആക്ഷൻ മൂവീസ് ആണ്. എനിക്ക് ആക്ഷൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് പിടിച്ചാണോ? അതുകൊണ്ടല്ല, ഇടിച്ച കാരണം നമ്മൾ ഇവിടെ വെളിപ്പെടുത്താൻ പാടില്ലല്ലോ. അതെ, ഇടിച്ചു പോയി. അത് ആ ടൈമിലാണ് സ്കൂളിൽ പഠിക്കുമ്പോഴാണ്. 12th. കുഴപ്പമില്ല, ആ സമയത്ത് നിന്ന് പോകാനുള്ള ഗുണം ഉണ്ടായി കോളേജ് സ്കൂളിൽ. ചേട്ടനാണെങ്കിലോ ഫൈറ്റിലൊന്നും ഏർപ്പെട്ടിട്ടില്ല? ഇല്ല, ഞാൻ ഇടി ഉണ്ടാക്കാനൊന്നും പോയിട്ടില്ല. ഇടി കിട്ടിയിട്ടുമില്ല. അതെ ഞാൻ ചോദിക്കാൻ വന്നത്, ഇടി കിട്ടിയോ മേടിച്ചിട്ടുണ്ടോ? ഇല്ല. വയലൻസ് പരിപാടികളിലേക്ക് ഇതുവരെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. വെറുതെ വാക്തർക്കങ്ങൾ അങ്ങനെയൊക്കെ കോളേജിലും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പുറത്തേക്ക് അങ്ങനെ ഒരു ഇടിക്കൊന്നും കാണാനും എനിക്കിഷ്ടമല്ല. ഞാൻ ഓടിപ്പോ എനിക്കിങ്ങനെ വെറുതെ നമ്മൾ ഫ്രണ്ട്സിന്റെ ഇടയിൽ തന്നെ എന്തെങ്കിലും ഒരു ടോപ്പിക് കിട്ടി ഇടിയായി തുടങ്ങുമ്പോൾ തന്നെ നമുക്കൊരു ശ്വാസം മുട്ടില്ല. എന്തിനാ വെറുതെ ഇങ്ങനെയൊക്കെ പോണേന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എല്ലാ സ്കൂളിൽ നിന്നല്ല എല്ലാ ക്ലാസ്സിലും ഒരു ഇടിയനെങ്കിലും ഉണ്ടാവും, ഉറപ്പാണ് ആ കാര്യം. അപ്പൊ അങ്ങനത്തെ ഇടിയന്മാരായിട്ടുള്ള സുഹൃത്തുക്കൾ ഒരുപാട് പേരുണ്ട്. ഓക്കെ, ചേട്ടൻ്റെ ഇപ്പം നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ ചേട്ടനെ പറ്റി നമ്മൾ ഓർക്കുമ്പോൾ തന്നെ കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ അങ്ങനെയൊക്കെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും. കാര്യം ആ ഒരു ഒറ്റ മൂവി കൊണ്ട് തന്നെ മലയാള ജനത ഫുൾ ഒരു ഏജ് ഡിഫറൻസ് ഇല്ലാതെ എല്ലാവരും ഫാനാക്കി കളഞ്ഞൊരു ആളാണ് നമ്മുടെ അടുത്തിരിക്കുന്നത്. സോ ആ ഒരു സത്യത്തിൽ അതൊരു എന്താ പറയുക, ഒരു നല്ല കാര്യമാണോ അല്ലെങ്കിൽ നെക്സ്റ്റ് മൂവി ഇറങ്ങുമ്പോൾ അതൊരു പ്രഷറായിട്ടാണോ ചേട്ടൻ അത് ഫീൽ ചെയ്യുന്നത്? അതുള്ളതുകൊണ്ടല്ലേ നെക്സ്റ്റ് മൂവി സംഭവിക്കുന്നത്. ലൈക്ക് അതിലും അടിപൊളി ആക്കണം എന്നുള്ളത് ഒരു പ്രഷറായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? അല്ല, ആ സിനിമ വെച്ചിട്ടല്ല ഒരിക്കലും.
ഇപ്പൊ കട്ടപ്പനയിൽ ഋത്തിക് റോഷന്റെ ഒരു സീക്വൽ എടുക്കാൻ 2ാം ഭാഗം എടുക്കുകയാണെങ്കിൽ അതിന്റെ മുകളിൽ നിൽക്കണ എന്തെങ്കിലും വേണം, അതിനേക്കാൾ ഹ്യൂമർ, അതിനേക്കാൾ ഇമോഷൻ, അങ്ങനെയൊക്കെ നോക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ ഒരിക്കലും ആ ഒരു സിനിമ അല്ലല്ലോ അടുത്ത സിനിമ, അതെന്തായാലും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കണ്ടേ. അപ്പോൾ അങ്ങനെ കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, ഇനി ഞാൻ ചെറിയൊരു ടാസ്ക് അല്ല, ആക്ച്വലി ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നതാണ് നമ്മുടെ പീറ്റർ ഹെയ്നോടൊന്ന് ചോദിക്കാനായിട്ട്. ഈ പടത്തിലാണോ, അല്ലെങ്കിൽ നമുക്ക് പീറ്റർ ഹെയ്ൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് പുലിമുരുകനാണ്. പുലിമുരുകനിലാണോ ഏതിലാണ് കൂടുതലായിട്ട് കഷ്ടപ്പെട്ടത് എനിക്ക് ചോദിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് വിളിച്ചു ചോദിച്ചാലോ? പുള്ളി കഷ്ടപ്പെട്ടതോ? പുലിമുരുകനിൽ ഒബ്വിയസ്ലി പുള്ളി ഇതിനേക്കാൾ കൂടുതൽ കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം അതിൽ പുലിയായിട്ടുള്ള ഒരുപാട് പരിപാടികളുണ്ട്. അപ്പോൾ അവർ വിയറ്റ്നാമിലും തായ്ലൻഡിലും ഒക്കെ പോയിട്ട് പുലിയുടെ കൂടെയുള്ള പോർഷൻസ് ഷൂട്ട് ചെയ്തത്. പിന്നെ കാടിൻ്റെ അകത്താണ് ഷൂട്ട്. എനിക്കറിയാം അതിൻ്റെ എഡിറ്റർ ജോൺകുട്ടി ചേട്ടനാണ് നമ്മുടെ അമർക് അന്തോണിയും കട്ടപ്പനയൊക്കെ എഡിറ്റർ. അപ്പോൾ കട്ടപ്പനയ്ക്ക് തൊട്ട് മുമ്പ് പുള്ളി ചെയ്ത പടമാണ് പുലിമുരുകൻ. അപ്പോൾ പുള്ളി എന്തോരോ അതിന്മ കിടന്ന് പണിയെടുത്തിട്ടുണ്ടെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ പുള്ളി അതിന് ശേഷം ഈ വിയറ്റ്നാമിൽ ഈ പടം റിലീസ് ചെയ്യാൻ വേണ്ടി ജോണേട്ടനെ അങ്ങോട്ട് കൊണ്ടുപോയി. അവിടെ ഇതൊന്നും വേണ്ട, ഈ ഡയലോഗ്സ് പരിപാടികൾ ഇതൊന്നും വേണ്ട, തുടക്കം മുതൽ കാച്ചമ്പൂച്ചി ഇടി മാത്രം മതി എന്ന് പറഞ്ഞു. അങ്ങനെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ജോണേട്ടനെ കൊണ്ടുപോയ കാര്യം അതൊക്കെ എനിക്കറിയാം. അപ്പോൾ അതിനുവേണ്ടി പുള്ളി ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. നമ്മുടേത് ടൈം ഫ്രെയിം നോക്കിയാൽ വളരെ ചെറിയ ദിവസമാണ് പുള്ളി ഇവിടെ വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. പക്ഷെ അതിലെടുത്തിരിക്കുന്ന എഫേർട്ടും ഞാൻ പറയുന്നത് ഇൻ ദ സെൻസ് പുള്ളി ഒരിക്കലും പുലിമുരുകന് വേണ്ടിയിട്ട് വേറൊരു പടത്തിന്റെ മാനേജ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവില്ല ഡേറ്റ്സ്. പുള്ളിയുടെ ഡേറ്റ്സ് പുള്ളി നോക്കാറേ ഇല്ല, പുള്ളിയുടെ മാനേജറാണ് നോക്കുന്നത്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, പുള്ളിക്ക് ഇത് ഇമോഷണലി ഈ കഥ ഭയങ്കര അറ്റാച്ച്ഡ് ആയതുകൊണ്ട് മാനേജർ പറഞ്ഞ രക്ഷയില്ല. പ്രൊജക്ട് കെ എന്നാണ് അന്ന് അതിന് പറഞ്ഞുകൊണ്ടിരുന്നത്. കൽക്കിയാണ് ഈ പറയുന്നത്. കൽക്കി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ത്യൻ 2-ന്റെ പാച്ച് വർക്ക്സ് ഉണ്ട്, പിന്നെ പുഷ്പ 2-ന്റെ തുടങ്ങാൻ പോണു. ഇതിന്റെ ഇടയിൽ നിന്ന് മാസ്റ്റർ എന്തായാലും ഇത്ര ദിവസം നമുക്ക് കിട്ടില്ല, എല്ലാം 1-2 ദിവസം ഗ്യാപ്പിൽ എവിടെയെങ്കിലും വന്നിട്ട് പോകാന്നേ ഉള്ളൂ എന്നൊക്കെയാണ് മാനേജർ പറഞ്ഞുകൊണ്ടിരുന്നത്. മാസ്റ്റർ അപ്പോൾ നമ്മളോട് ഓക്കെ പറഞ്ഞതുമാണ് എങ്ങനെയെങ്കിലും ചെയ്യാമെന്നൊക്കെ. പിന്നീടും ശ്രീതേട്ടൻ വീണ്ടും മാസ്റ്റർ വിളിച്ച് ചെയ്യുമ്പോഴത്തേക്കും അല്ല അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായി മാനേജർ. അപ്പോൾ മാനേജർ ഇങ്ങനെ നടക്കില്ല എന്നാണ് പറഞ്ഞത് മാസ്റ്റർ എന്ന് പറഞ്ഞപ്പോൾ ആണോ എന്നാൽ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പുള്ളി ഡയറക്റ്റ് പുഷ്പ 2-ന്റെ ടീമിനെ വിളിച്ച് പറഞ്ഞ് അതിൻ്റെ ഡേറ്റ് പോസ്റ്റ്പോൺ ചെയ്യിച്ചിട്ടാണ് നമ്മുടെ ഫസ്റ്റ് ഷെഡ്യൂൾ ഷൂട്ട് ചെയ്യാൻ പുള്ളി വരുന്നത് പോലും. അപ്പോൾ അത് ഒക്കെ നമുക്കും നമ്മുടെ സിനിമയ്ക്കും ഒക്കെ അത്രയും ഗുണം ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ പുള്ളി എടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ വന്നിട്ടാണെങ്കിലും പുള്ളിയുടെ ഒരു കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഒരു 10 ബസ് നിന്ന് കത്തണം എന്നാണ് പുള്ളി ആഗ്രഹിക്കുന്നത്. അപ്പം പ്രൊഡക്ഷൻ നമ്മളും കൂടിയാണല്ലോ, പ്രൊഡ്യൂസറും കൂടിയാണ്. അപ്പം നമ്മുടെ ബഡ്ജറ്റും നമ്മുടെ ഇതൊക്കെ പുള്ളിക്കും അറിയാം. അപ്പം അതിനനുസരിച്ച് പുള്ളി ഒരു പണി ഇങ്ങനെ ആക്കാം അങ്ങനെ പുള്ളി അതിലൊക്കെ നമുക്ക് വേണ്ടി ഒരുപാട് സഹകരിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മൂവി ലോഞ്ചിന് സിംഗപ്പൂരിൽ നിന്നാണ് പുള്ളി ഇങ്ങോട്ട് വന്നത്. പുള്ളി ഇവിടുന്ന് തിരിച്ചു വന്നിട്ട് വിയറ്റ്നാമിലേക്കാണ് പോകേണ്ടത്. അല്ല, വിയറ്റ്നാമിൽ നിന്ന് ഇവിടെ വന്നു, ഇവിടെ നിന്ന് സിംഗപ്പൂരിലേക്ക് പോയി. അങ്ങനെ അതിനൊക്കെ വേണ്ടി പുള്ളി വരേണ്ട കാര്യം നിർബന്ധമൊന്നുമല്ല. എന്നാലും നമ്മൾ പറയാണ് സാർ ഇങ്ങനെ ലോഞ്ച് വെക്കുന്നുണ്ട്, സാറ് വന്നാൽ നല്ലായിരുന്നു. യാ ഷുവർ, ഞാൻ ഷൂട്ടിലാണ്, പക്ഷെ ഞാൻ ഒന്ന് ചോദിച്ചു നോക്കട്ടെ, ഞാൻ എങ്ങനെയും വരാമെന്ന് പറഞ്ഞ് പുള്ളി കടകാലടിച്ച് വരുന്നു. അവിടുത്തെ വൈകുന്നേരം വരെ ഷൂട്ടിങ് കഴിഞ്ഞ് അവിടെ നിന്ന് കയറി പോന്ന് വെളുപ്പിന് ഇവിടെ വന്നു. ഇവിടെ നിന്ന് എന്നിട്ട് നേരെ കോഴിക്കോട് വരെ ബൈ റോഡ് വന്ന് പ്രോഗ്രാമും കഴിഞ്ഞ് അന്ന് രാത്രി തന്നെ തിരിച്ച് ഇങ്ങോട്ട് പോകും. ഒറ്റ ദിവസം കൊണ്ട് വേറെ ആരും അങ്ങനെ വന്നിട്ട് പോകില്ല. പുള്ളിക്ക് അത്രയും ഈ സിനിമയോട്, അല്ലാണ്ട് നമ്മളെ എക്സ്ട്രാ പൈസ ഒന്നും കൊടുത്തിട്ടൊന്നുമല്ല. അത്രയും പുള്ളി ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇമോഷണലി അല്ലെങ്കിൽ പേഴ്സണലി അത്രയും കണക്റ്റഡ് ആയല്ലോ. ഡെഫിനറ്റ്ലി അങ്ങനെ ചെയ്തായിരിക്കും. അതെ, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ പുള്ളി ഈ സിനിമയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ഇത് പീറ്റർ സാറിനെ വിളിച്ച് ചോദിക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത്. അങ്ങനെ വിളിച്ചാൽ കിട്ടൂല. പുള്ളി ഫോണൊക്കെ ഉപയോഗിക്കില്ല, ഷൂട്ട് അല്ലാത്ത സമയം മാത്രമേ. നല്ല ബിസി ആയിരിക്കും അല്ലേ ആള്. ഓക്കെ, ഇനി നിങ്ങളെ 3 കോമൺ ആയിട്ട് സംഭവം എന്താ പറയട്ടെ, നമ്മളെല്ലാവരും കാണുന്നത് എന്താ അങ്ങനെയല്ല, അതല്ല നമ്മള് നിങ്ങളെ കാണുന്നത് ഇപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മള് 4 പേര് ഞാൻ പറയും. ഓക്കെ, അതായത് നമ്മളിപ്പം ചില ആർട്ടിസ്റ്റിന് നമുക്കത് ഫീൽ ചെയ്യില്ല, പക്ഷെ നിങ്ങളും നമുക്ക് ഫീൽ ചെയ്യും നമ്മുടെ സ്വന്തം കൂട്ടത്തിലുള്ള ഒരാൾ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയാൻ കരിക്കിൽ നിന്നും പൊങ്ങി വരുന്നു, അല്ലെങ്കിൽ കട്ടപ്പുറത്ത് ഋത്തിക് റോഷന് മുന്നേ കുറേ മൂവീസിൽ ഇങ്ങനെ ചെറുതായി ചെയ്ത് പൊങ്ങി വരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ആക്ഷൻ ഹീറോ ബീച്ച് പോലെയുള്ള ചെറിയ ചെറിയ റോൾസ് എല്ലാം ചെയ്ത് അങ്ങനെ വരുന്നു. അപ്പോൾ ഇത് ആക്ച്വലി കുറേ പേർക്ക് വലിയൊരു ഇൻസ്പിറേഷനാണ്.
അല്ലെങ്കിൽ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഇതുപോലെ ഒരു എന്താ ചെറിയ റോൾസ് ചെയ്തിട്ടും പറ്റാതെ വരുന്ന കുറേ പേർക്ക് നിങ്ങൾ മൂന്നാളും എന്ന് പറയുന്നത് വലിയ ഇൻസ്പിറേഷൻ ആണ്. നിങ്ങൾക്ക് സ്വയമായിട്ട് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? ആ അതെ, ഡോണ്ട് ഗിവ് അപ്പ്. അതന്നെ നമ്മളും ഈ പറഞ്ഞ പോലെ സ്ട്രഗിൾ നമുക്ക് സ്ട്രഗിൾ എന്നല്ല നമ്മൾ അല്ല എന്താന്ന് കേട്ടില്ല അതെന്താ കിട്ടിയത്. നമ്മളും അങ്ങനെ ഒരു സ്റ്റേജ് ഉണ്ട്, നമ്മൾ എത്തിപ്പെടാനും അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് എത്താനും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇതുവരെ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നിരുന്നു. മീൻ എൻ്റെ പഴയ സിനിമകളൊക്കെ നോക്കുകയാണെങ്കിൽ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നു. ഇപ്പോൾ നമ്മൾ ശ്രമിക്കേണ്ട സ്റ്റേജാണ് നമുക്ക് മനസ്സിലാവുന്നു. അപ്പോൾ ശ്രമിക്കണം. പിന്നെ പറഞ്ഞ പോലെ ഡോണ്ട് ഗിവ് അപ്പ്, നമുക്കൊരു ദിവസമുണ്ട് എന്ന് പറയുന്ന പോലെ വെയിറ്റ് ചെയ്യാം. ഓക്കെ. ഇപ്പം ചേട്ടനാണെങ്കിലും ചില മൂവീസൊക്കെ ഇറങ്ങിക്കഴിയുമ്പം നെഗറ്റീവ് റിവ്യൂസോ അല്ലെങ്കിൽ നെഗറ്റീവ് കമൻസ് ഒക്കെ കിട്ടുമ്പോൾ സ്വയമായിട്ട് ചിന്തിച്ചിട്ടുണ്ടോ ഇങ്ങനെ എനിക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടാത്തത് കൊണ്ടാണ് എന്ന് ചിന്തിക്കേണ്ടി വന്നിട്ടുണ്ടോ? അങ്ങനെയൊക്കെ തോന്നിയിട്ടൊക്കെ ഉണ്ട്. അതിങ്ങനെ ജസ്റ്റ് ഒരു ഇതിലിങ്ങനെ തോട്ട് വന്ന് അങ്ങോട്ട് പൊക്കോളും. അതിൽ നമ്മൾ ഹാങ് ചെയ്ത് കിടക്കാറില്ല. ഓക്കെ. ചേച്ചിയാണെങ്കിലോ? അത്രേ ഉള്ളൂ, ഹാങ് ചെയ്യരുത്. അതെ, ഡോണ്ട് ഗിവ് അപ്പ്, ഹാങ് ചെയ്യരുത്. എല്ലാം ശരിയാവും. തീർന്നു. ഏത് ഹാങ് ഉദ്ദേശിച്ചു? ഹാങ് പിടിച്ചു തൂങ്ങരുത്. അതെ, പിടിച്ചു തൂക്കരുത്. ഓക്കെ. അത് അവരുടെ ഒരു ഇതായിരിക്കുമല്ലോ പറയണേ. ഇപ്പൊ നമ്മളിത് ഭയങ്കര ലാഘവത്തോടു കൂടി പറയുന്നു. അതെ, ഞാനും അത് ആലോചിച്ചോണ്ടിരുന്നെ. പറഞ്ഞിട്ട് കരഞ്ഞോണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. അല്ല, അങ്ങനെ എടുക്കാൻ പറ്റണം. അതിലേക്ക് എത്തിപ്പെടണം എന്നുള്ളതാണ് സത്യം. ഞാനൊക്കെ ഇപ്പൊ സ്റ്റേജിലാണ്, നമ്മൾ എത്തിപ്പെടണം. നമുക്ക് ചെറിയ കാര്യങ്ങൾ കിട്ടുമ്പോഴേക്കും നമ്മൾ സെൻസിറ്റീവ് ആവുന്നതിൽ നിന്ന് മാറും. അല്ല, അങ്ങനെ സെൻസിറ്റീവ് ആയതുകൊണ്ടാണ് നമ്മൾ ആക്ടേഴ്സ് ആയിരുന്നത്. അത് അതിന്റെ ഒരു പോസിറ്റീവ് സൈഡാണ്. നമ്മൾ സെൻസിറ്റീവ് ആവുക എന്നുള്ളത് അത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കലയായിട്ട് ബന്ധപ്പെട്ട ഒരു കുറച്ചുകൂടി കൂടുതൽ സെൻസിറ്റീവ് ആണെന്നുള്ളത്. എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് സത്യമാണ്. ഞാൻ ഭയങ്കര അതുകൊണ്ട് മാത്രമാണെന്ന് അറിയില്ല, ചെറിയ കാര്യം മതി. പക്ഷെ അതിൽ നിന്ന് മാറാൻ ശ്രമിച്ചാലും കുറേയൊക്കെ ശ്രമിച്ചാലും പിന്നെ നമ്മൾ അങ്ങനെ ഒരു വിഷമത്തിൽ നിൽക്കുന്ന സമയത്ത് മറ്റേ ആ സീൻ റെഡിയാണ്, വാ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അഭിനയിക്കൂലേ, അപ്പൊ അതിലേക്ക് സ്വിച്ച് ഇട്ട പോലെ മാറാൻ പറ്റുമല്ലോ. അതേപോലെ എന്തുകൊണ്ട് ക്യാമറയ്ക്ക് മുമ്പിൽ മാത്രം ആക്കണ്ട, ലൈഫിലും അതേപോലെ മാറണം, സ്വിച്ച് ഇട്ട് മാറാം അല്ലേ? അതെ, എനിക്ക് ഇതുവരെ പറഞ്ഞത് മനസ്സിലായി. ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. കഴിഞ്ഞ എക്സ്പ്രഷൻ ഒക്കെ ഇട്ടിട്ടുണ്ട്, മിസ്സാക്കരുത്. ബാക്ക് ടു ഇഡിയറ്റ്. അതെ, നമ്മള് ഇപ്പൊ ഇതിൽ തന്നെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ദീപക് ദേവ് ആണ്. അപ്പോ മ്യൂസിക് ഡയറക്ടേഴ്സ് വേറെ രണ്ടുപേരുണ്ട്, പുതിയ ആൾക്കാരുണ്ട്. ദീപക്കേട്ടനാണ് ഇതിന്റെ പ്രൊമോ സോങ്ങും ബാക്ക്ഗ്രൗണ്ട് സ്കോറും ചെയ്തത്. അപ്പൊ അതിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ ഒരു മൂവിയിൽ? വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഇതിപ്പോൾ എഫക്ട്സ് മാത്രമായിട്ട് പോലും നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒരു കൂട്ടത്തല്ലിൻ്റെ നടുക്ക് വിട്ടുപോയ ഫീലാണ്. ഈ മെയിൻ ക്ലൈമാക്സ് ഫൈറ്റിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത് ഒരു കാര്യം. ഇതിൽ ഓരോ ക്യാരക്ടേഴ്സിനും ഒരു ബാക്ക് സ്റ്റോറിയും അവരുടേതായിട്ടുള്ളൊരു ലെയറും ഉണ്ട്. അപ്പോൾ അതിനെല്ലാം നമുക്ക് ഒന്ന് പോയിന്റ് ചെയ്ത് പോകാനായിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോറിലൂടെ പറ്റുള്ളൂ. അതിവിദഗ്ധനായ ദീപക്കേട്ടനുള്ളതുകൊണ്ട് അത് വളരെ മനോഹരമായിട്ട് പുള്ളി ചെയ്യുന്നുണ്ട്. ഓക്കെ. നെക്സ്റ്റ് നമ്മളൊരു സെഗ്മെന്റിലേക്ക് കടക്കാനാണ് പോകുന്നത് കേട്ടോ. റാപ്പിഡ് ഫയർ അല്ല, ഇത് നമ്മൾ ഇങ്ങനെ കോമൺ ആയിട്ടുള്ള സെഗ്മെന്റ്, വെറൈറ്റി സെഗ്മെന്റിന്റെ പേര് ഇടിയോടിടി സെഗ്മെന്റ് എന്നാണ്. പേടിക്കണം എന്താ, ഇടിയും ചന്തു ചെയ്തിട്ട് ഇടി എന്ന് പറയുമ്പോൾ പേടിക്കും. യെസ്. ഈ ഇടിയോടിടി സെഗ്മെന്റിൽ എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ ലൈക്ക് ഓരോന്നും പറയും നിങ്ങളുടെ അടുത്ത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കാം, അതിന്റെ ആൻസർ മേ ബി ഒരാളായിരിക്കാം. ആരോട് ഇടിക്കണം എന്ന് തോന്നുന്നു, ഇടി കൊടുക്കണം എന്നാണ്. മനസ്സിലായി, പോണ പോക്കണം മനസ്സിലായി. ഓക്കെ, നിങ്ങൾ മൂന്നാളും മതി, നിങ്ങൾ മൂന്നാളെ എടുത്താൽ മതി. ഇനിയിപ്പോ ഇല്ലാത്ത ആളാണെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും പണി കൊടുക്കാം. ഓക്കെ, ഞാൻ ഇരിക്കണെങ്കിൽ നിന്നെ എഴുന്നേറ്റ് ജസ്റ്റ് നിങ്ങൾ കുറച്ച് നീങ്ങി കൊടുത്താൽ മതി. ഇവിടെ കൊടുക്കാം. അവര് പറയുന്ന കാര്യമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാളെ ഇടിക്കാം. അല്ലല്ല, എനിക്ക് അല്ലെങ്കിലേ ശീലുണ്ട് ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുന്ന ശീലം. ചിരിക്കുമ്പോ അങ്ങനെ ഒരാളെ ദേഹോദ്രം നമ്മളിവിടെ വേറെ 100 കാര്യത്തിൽ ഇരിക്കണായിരിക്കും, അതിന്റെ ഇടയിൽ ഇവള് അതിന് പോകുമ്പോ ആളോ ഒറ്റടി അടിച്ചിട്ടൊക്കെ പോകും. വേറെ കലി സിനിമയിലെ അത്രക്ക് അല്ല, പക്ഷെ ഒരു സ്ട്രോങ് ആണ് കിട്ടുന്നവര് പറയാറുണ്ട്. പക്ഷെ അത് ശീലായി പോയി. ഞാൻ അതിന്റെ ആ സെൻസില്ലായ്മയെ കുറിച്ചാണ് പറഞ്ഞത്. എല്ലാ കാര്യം ഉണ്ടായിരുന്നു സ്നേഹത്തോട് ചെയ്യണം. അതാണ്
കണ്ട കുട്ടി കാര്യം മനസ്സിലായി. ഓക്കെ ഒരു ചായ കണ്ടിട്ടടി തുടക്കം മുതൽ കുട്ടിയായി നല്ല ചേച്ചിയായിരുന്നു. അത് നമ്മളെങ്ങനെയാ. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇടിയൻ ചന്തുവിന്റെ ലൊക്കേഷനിൽ ഏറ്റവും കൂടുതൽ ഇടി കൊണ്ട ആൾ. അയ്യോ അത്ര ചെറിയ ഇടിയല്ല ഞാൻ ഉദ്ദേശിച്ചു, കുറച്ചുകൂടി ഇടിച്ചോ. പാവം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സീരിയസ് ആയിട്ട് ചെയ്താൽ ഞാൻ ഇങ്ങനെ ഒരു അടി അടിക്കും. മൂക്കൊക്കെ യാത്രയൊക്കെ ചെയ്യാനുള്ളതാ വെറുതെ. അയ്യോ, അതുകൊണ്ട് വിട്ടേക്ക്. ഓക്കെ, അപ്പൊ ഏറ്റവും കൂടുതൽ അത് നമുക്കറിയാം, ഇടിയൻ ചന്തു എന്ന് കേൾക്കുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ ഇടി കിട്ടിയിരിക്കുന്നത് എന്തായാലും വിഷ്ണു ചേട്ടനായിരിക്കും. നെക്സ്റ്റ്, അല്ല അതുകൊണ്ട് മാത്രല്ല സ്വഭാവം കൊണ്ടും ഇടയ്ക്ക് പറയുന്ന ഡയലോഗ് കൊണ്ടൊക്കെ പറഞ്ഞ് കൊടുക്കാലോ. ഔട്ട് ഓഫ് സിനിമ പുറത്ത് നമ്മൾ നല്ല ഇടി. വേണ്ട എന്റെ ഫ്രണ്ടിനെ ഒന്നും പറയുന്നത്. നമ്മളൊന്നും മിണ്ടണ്ട, ബെസ്റ്റി. അതെ അവരായി അവരെ പറയും. ഓക്കെ, അടുത്തത്, ഇടിയൻ ചന്തുവിന്റെ ലൊക്കേഷനിൽ ഏറ്റവും കൂടുതൽ തമാശ പറഞ്ഞ് മറ്റുള്ളവരെ ചിരിപ്പിച്ച ആൾ. അത് ഇവിടെ തന്നെ ആയിരിക്കും. നല്ല കോമഡിയാണ് ആള്. പിന്നെ സ്പോണ്ടേനിയസ് ആയിട്ട് മീൻ അത് രക്തത്തിലുള്ളതാണ്. പറഞ്ഞു പറഞ്ഞ് കൗണ്ടർ അടിക്കുക, സിറ്റുവേഷൻ എങ്ങനെ വളരെ സീരിയസ് ആണെന്നാണ് എന്റെ വിചാരം. അതൊക്കെ നിനക്കൊക്കെ തമാശ ഇപ്പൊ ഒരു ധാരണയായില്ലേ? ഇപ്പൊ തന്നെ മനസ്സിലായി. ഇപ്പൊ ഒരു ധാരണ മനസ്സിലായി അവസ്ഥ. ഓക്കെ, അടുത്തത്, ഇടിയൻ ചന്തുവിന്റെ ലൊക്കേഷനിൽ ഏറ്റവും കൂടുതൽ തവണ അബദ്ധങ്ങളിൽ പിണഞ്ഞ ആൾ. ഇതിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പറ്റില്ല, ഞാൻ എന്നെ തന്നെ ഇരിക്കേണ്ടി വരുമോ? അവിടെയാണോ? ഓ ഞാൻ രക്ഷപ്പെട്ടു. വേണ്ട അപ്പൊ രണ്ടാൾ ഓരോ അബദ്ധം വെച്ച് പറയണേ. ഫസ്റ്റ് വിദ്യ പറഞ്ഞോളൂ. എന്റെ അബദ്ധം, ഞാനിതിലും ബൈക്ക് ഓടിക്കുന്നുണ്ട്. അപ്പം അതില് കുറെ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. വീണ ഫസ്റ്റ് സീൻ ലെന ചേച്ചിനെ വെച്ചിട്ട് വരുന്ന സീനാണ് എന്റെ. ബാക്കിൽ ചേച്ചി ഇരുന്നിട്ട് ഞാൻ വണ്ടി ഓടിച്ചിട്ട് വരണം. നേരെ കൊണ്ടുപോയിട്ട് എന്തൊക്കെയൊക്കെയോ ആക്സിലേറ്ററോ ബ്രേക്കോ എന്തൊക്കെയോ കൊടുത്ത് നേരെ വണ്ടി അങ്ങ് പോയി. ചേച്ചി ചാടി ഇറങ്ങി എന്തോ ഭാഗ്യത്തിന്. പക്ഷെ അതായിരുന്നു എൻ്റെ ഒരു വലിയ അബദ്ധമായിരുന്നു. പക്ഷെ ചേച്ചി തോളത്തൊക്കെ കെട്ടി സാരില്ല എല്ലാം ശരിയായിക്കോളും എന്നൊക്കെ പറഞ്ഞ് രണ്ടാമത്തെ ടേക്കിൽ ഓക്കെ ആക്കി. അതൊരു അബദ്ധമാണ്, അതൊരിക്കലും മറക്കല്ല. ഓക്കെ, ജയശ്രീ. അല്ല ഏത് ഭാഗം ഞാനിപ്പോ ആലോചിക്കണേ. അബദ്ധങ്ങൾ കുറെ പറ്റാറുള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ ആലോചിച്ചത്. പക്ഷെ ഇന്നൊന്നും അങ്ങനെ സ്പെസിഫിക്കലി ഓർമ്മയില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? കുറെ ഉണ്ട്, എന്നേലൊക്കെ എന്റെ വായന്ന് വീഴും, അപ്പൊ അത് കളിയാക്കാൻ അവർക്ക് കിട്ടും. അങ്ങനെ കുറച്ച് അബദ്ധങ്ങളൊക്കെ അങ്ങനത്തെ അബദ്ധമൊക്കെ ഉള്ളൂ. അങ്ങനത്തെ അബദ്ധങ്ങളേ ഉള്ളൂ, അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച്. ഓക്കെ, അടുത്തത്, ഇടിയൻ ചന്തുവിന്റെ ലൊക്കേഷനിൽ പാട്ട് പാടി മറ്റുള്ളവരെ രസിപ്പിച്ച ആൾ. അവിടെ പാട്ട് പാടാൻ നന്നായി പാടുന്ന ഒരാളുണ്ട്, വിദ്യ നന്നായി പാടും. പക്ഷെ അവിടെ അങ്ങനെ ലൊക്കേഷൻ കുഴപ്പമില്ല, നമുക്ക് ഇപ്പൊ പാടാം. വല്ല ആവശ്യം ഉണ്ടായിരുന്നു. അതെ. நிலாக்காய்கிறது நிறம் தேகிறது யாரும் ரசிக்கவில்லையே இந்த கண்கள் மட்டும் உன்னை தீண்டும் காற்று வீசும் வெயில் காயும் காயும் அந்த மாற்றம் ஏதும் இல்லையே ஆவானும் மண்ணும் நம்மை வாழச் சொல்லும் இந்த வாழ்க்கையோவில்லையே இன்றென்றும் வேண்டும் நிலா காய்கிறது நிறம் தேய்கிறது யாரும் ரசிக்கவில்லையே இந்த கைகள் மட்டும் உன்னை தீண்டும். ബ്രില്യൻറ്റ്, ഉറങ്ങല്ലേ? അടുത്തതുണ്ട്. 99 മാർക്ക്. അതെന്താ ഒരു മാർക്ക് പോയി? അല്ല, അത് ഞങ്ങൾ ജഡ്ജസ് പൊതുവെ ഒരു മാർക്ക് കുറച്ച് കൊടുക്കണം. കാരണമൊന്നും ചോദിക്കരുത്. ഓക്കെ, ഇനി സെഗ്മെന്റിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇടിയൻ ചന്തുവിന്റെ ലൊക്കേഷനിൽ ഏറ്റവും കൂടുതൽ ഫുഡ് കഴിച്ചിരുന്ന ആൾ. ഷെടാ, അത് ഇത്ര റിയാക്ഷൻ പ്രതീക്ഷിച്ചില്ലല്ലോ. അവള് ചെട്ടിപ്പോട്ടോ. ഒന്നെങ്കിൽ കരാട്ടെ കാണിച്ചോണ്ടിരിക്കണ്ടാവും, അല്ലെങ്കിൽ കയ്യിൽ ഫുഡിനാവും. ആക്ച്വലി അതിന് വേറൊരു കഥയുണ്ട്. ഞാൻ കഴിക്കാൻ തുടങ്ങിയ നല്ല സമയം എടുക്കും. അപ്പോൾ കഴിച്ചു തുടങ്ങിയൊരു എഴുതിയിട്ട് ഒരു ട്രിപ്പ് കഴിഞ്ഞിട്ടുണ്ടാവും, അടുത്ത ട്രിപ്പും കഴിഞ്ഞു കഴിഞ്ഞു, തിരിച്ചു വരുമ്പോഴും ഞാൻ കഴിക്കുന്നുണ്ടാവും. അപ്പോൾ ഇവർ വിചാരിക്കും ഞാൻ അടുത്തത് പിന്നെയും കഴിച്ചോണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ ഫസ്റ്റ് എടുത്ത് അതേ പ്ലേറ്റിൽ അതേ സാധനങ്ങളെ തീർത്തോണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെ ഒരു കഥ ഉണ്ട്. പിന്നെ ഇപ്പൊ നല്ല ഇടയ്ക്ക് കഴിക്കുന്ന ശീലമുണ്ട്. നോട്ട് പോയിന്റ്. എങ്ങനെയാണ് പ്രൊഡക്ഷനിൽ കാശ് ചെലവായെന്നുള്ളത് എനിക്ക് ഇപ്പൊ മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഈ ഒരു മൂവിനെ പറ്റിയിട്ട് എന്താണ് നമ്മുടെ വ്യൂവേഴ്സിനോട് പറയാനായിട്ടുള്ളത്? ഓരോരുത്തർ സ്റ്റാർട്ട് ചെയ്തോ. വിഷ്ണു ചേട്ടൻ. ഇതൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമയാണ്. അപ്പം എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് ഈ സിനിമ കാണുക, എക്സ്പീരിയൻസ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന
എന്തെങ്കിലും എലമെന്റ് ഉറപ്പായിട്ട് ഈ സിനിമയിലുണ്ട്. കാരണം ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. എന്തോ ഉണ്ട്. സംഭവം ഇருக்கு. അതെ, ഈ പറഞ്ഞ +2കാർക്ക് അവരുടേതായിട്ടുള്ള റിലേറ്റ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാവും. ഇഡിയന്മാർക്ക് ഇഡിയൻ അത് കണക്ട് ചെയ്യാനുണ്ടാവും. പിന്നെ ഫാമിലി മീൻ അമ്മ, നേരത്തെ പറഞ്ഞ പോലെ ചന്തുവിൻ്റെ അമ്മയായിട്ടുള്ള ക്യാരക്ടറൊക്കെ ആയിട്ടുള്ള അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് ലെയേഴ്സും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഡിഫറെൻറ്റ് ഏജ് കാറ്റഗറിയിലുള്ളവർക്ക് കണക്ട് ചെയ്യാനുള്ള കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇടി ഒരു എല്ലാം ചേർന്ന ഒരു എൻ്റർടൈനർ ആയിരിക്കും. ലാസ്റ്റ് വിദ്യേച്ചി ഒരു സ്റ്റുഡൻസ് വാർ തന്നെയാണ് അവിടെ നടക്കാൻ പോകുന്നത്. അപ്പം ജയശ്രീ പറഞ്ഞ പോലെ തന്നെ എല്ലാം ഉണ്ട്, ഇമോഷൻസ് എല്ലാം ഉണ്ട്, ലവ് ഉണ്ട്, ബ്യൂട്ടിഫുൾ സോങ്സ് ഉണ്ട്, ഫൈറ്റ് ഉണ്ട്. അപ്പം എല്ലാം ചേർന്ന് മസാലകളെല്ലാം ചേർന്ന ഒരു കിഡിലൻ ഒരു സിനിമയായിരിക്കും നമ്മുടെ ഇഡിയൻ ചന്തു. നമ്മളധികം പറയുന്നില്ല, നിങ്ങളെല്ലാവരും ജൂലൈ 19 നേരിട്ട് തിയേറ്ററിൽ പോയി കണ്ട് ആസ്വദിച്ച് പ്രാർത്ഥിച്ച് സപ്പോർട്ട് ചെയ്യാം. അത്രേ ഉള്ളൂ. അപ്പോൾ ഒരിക്കൽ കൂടി ഇടിയൻ ചന്തുവിന് എല്ലാവിധ വിശ്വസം നേരാണ്. അടിപൊളിയാവട്ടെ പടം. നമ്മളെല്ലാവരും ഉറപ്പായിട്ട് തിയേറ്ററിൽ പോയി ഫസ്റ്റ് തന്നെ കണ്ടിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് വിത്ത് us today. താങ്ക് യു.